ലക്ഷത്തിൽ നിന്ന് കോടിയിലേക്ക് കിഷ്കിന്ദ കാണ്ഡം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ലക്ഷത്തിൽ നിന്ന് കോടിയിലേക്ക് കിഷ്കിന്ദ കാണ്ഡം. അതെ, കളക്ഷനിൽ ഓരോ ദിവസവും ഞെട്ടിക്കുകയാണ് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രം. ചിത്രത്തിന്റെ ആദ്യ ദിനം വെറും 76 ലക്ഷം മാത്രമേ ഓൾ വൈഡ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയെടുത്തത്. ഇപ്പോൾ കോടികളിലാണ് ഈ ചിത്രം എത്തി നിൽക്കുന്നത്. എന്തായാലും കോടികളുടെ കളക്ഷൻ ഓരോ ദിവസവും എക്സ്ട്രാ ഷോസുമായി കൊണ്ടാടപ്പെടുമ്പോൾ പ്രേക്ഷകർ ഒന്നാകെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന രീതിയിൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയും ചിത്രത്തിന് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഓണർ റിലീസായ സെപ്റ്റംബർ 12-നാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രം റിലീസ് ചെയ്തത്. ഇപ്പോൾ ഒരു ആഴ്ച പിന്നിടുകയാണ്. മുൻവിധികളെ മാറ്റിമറിച്ചുള്ള പ്രകടനമാണ് ചിത്രം ആദ്യ ദിനം മുതൽ തന്നെ കാഴ്ചവെച്ചത്. ചിത്രം ഓരോ ദിവസവും കഴിയുമ്പോഴും മികച്ച രീതിയിൽ മുന്നേറുകയാണ്. എന്തൊരു മുന്നേറ്റമാണ് ഈ സിനിമയ്ക്കെന്നാണ് എല്ലാവരും ഞെട്ടലോടെ നോക്കി കാണുന്നത്. പ്രേക്ഷക നിരൂപക പ്രശംസകൾക്കൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റമാണ് ഓരോ ദിവസവും കിഷ്കിന്ദ കാണ്ഡം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു വൈഡ് റിലീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓവർസീസ് റിലീസ് ഇല്ല. ഓൾ ഇന്ത്യ റിലീസ് മാത്രമേ ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളൂ. വേൾഡ് വൈഡായി ചിത്രം ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ അതൊരു വൻ കളക്ഷനിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 25 കോടിക്കടുത്തുള്ള കളക്ഷനാണ് 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം നേടിയെടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം വെറും 76 ലക്ഷത്തിൽ നിന്നാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ആ വലിയ വർധനവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300% ഗ്രോത്ത് റേറ്റ് ആയിട്ട് പല ട്രേഡ് അനലിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് സത്യവും. മൗത്ത് പബ്ലിസിറ്റിയുടെ ദിനംപ്രതി ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ കുതിപ്പാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓവർസീസിൽ വൈഡ് റിലീസ് ഇല്ലാതെയാണ് കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ഈ നേട്ടമെന്നത് ശ്രദ്ധേയമാണ്. അവസാന 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോ കണക്കുകൾ പരിശോധിച്ചാൽ 90.33, അതായത് 1 ലക്ഷത്തോളം ടിക്കറ്റുകൾ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെതായി വിറ്റുപോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. രസകരം എന്തെന്ന് വെച്ചാൽ ബിഗ് ബജറ്റ് ചിത്രമായ അജയന്റെ 2ാം മോഷണത്തിനോടാണ് ഈ ചിത്രം മത്സരിക്കുന്നത്. 79.13 ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. 80,000-ഓളം ടിക്കറ്റുകൾ മാത്രം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം വലിയ രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. 7ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അജയന്റെ 2ാം മോഷണത്തെക്കാൾ ഡിമാൻഡ് കിഷ്കിന്ദ കാണ്ഡത്തിനാണെന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാം. കൂടുതൽ തിയേറ്ററുകൾ ഇല്ലാത്തതായിരിക്കും ഒരു പക്ഷേ കാരണം. എന്തായാലും കൂടുതൽ ഷോകളുള്ള ചിത്രമാണ് അജയന്റെ 2ാം മോഷണം എന്ന ARM. 8ാം ദിവസത്തെ അഡ്വാൻസ് സെയിൽസ് കണക്കുകൾ നോക്കുമ്പോൾ 797 ഷോകളിൽ നിന്ന് 80.82 ലക്ഷമാണ് കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 874 ഷോകൾ ഉണ്ടായിട്ടും 71.79 ലക്ഷമാണ് അജയന്റെ 2ാം മോഷണത്തിലുള്ളത്. തിരക്കഥ, സംവിധാന, അഭിനേതാക്കളുടെ പെർഫോമൻസ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും പ്രേക്ഷകർക്ക് പരിപൂർണ സംതൃപ്തി നൽകിയാണ് കിഷ്കിന്ദ കാണ്ഡം മുന്നേറുന്നത്. മൈൻഡ് ത്രില്ലർ എന്നതിനൊപ്പം പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുന്ന ഇമോഷണൽ ഡ്രാമയും സമാസമം ചേർത്ത് വെച്ചിരിക്കുകയാണ് സിനിമയിൽ. നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണണമെന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ നിരൂപണങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്. OTTക്ക് വേണ്ടി കാത്തിരിക്കാതെ തിയേറ്ററിൽ തന്നെയാണ് ആളുകൾ ഈ ചിത്രത്തെ വരവേൽത്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷനിലേക്ക് ചിത്രം നടന്നെടുക്കും. ഒരു 50 കോടിയിലേക്കൊക്കെ ചിത്രം നിഷ്പ്രയാസം എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബാഹുൽ രമേശാണ് ക്യാമറയും അതുപോലെ തന്നെ കഥ, തിരക്കഥ, സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഈ സിനിമയുടെ വളർച്ച കൊണ്ടെത്തിയിരിക്കുന്നത്. കാത്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വിജയം ഈ സിനിമ നേടിയെടുക്കുമോ എന്ന് നോക്കാൻ. ലക്ഷത്തിൽ നിന്ന് കോടിയിലേക്ക് ചിത്രം നടന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കാം, അത് ആ ചിത്രത്തിന്റെ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി കണ്ടന്റ് ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുത്ത് വൻ വിജയമാക്കി മാറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റിലീസിന് മുന്നേ ഇത്രത്തോളം പ്രതീക്ഷകൾ കിഷ്കിന്ദ കാണ്ഡത്തിന് ഉണ്ടായിരുന്നില്ല. അതൊരു ഫീൽ ഗുഡ് ചിത്രം എന്നതിനപ്പുറം ഒന്നും ആരും പ്രതീക്ഷിക്കാതിരുന്ന സിനിമ ഇപ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ച അത് രസകരം തന്നെയാണ്, കൗതുകകരം തന്നെയാണ്. വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.